വെൽക്കം ബാക്ക് ടു എജുബ്ലിറ്റ്സ് ലേണിംഗ്. കഴിഞ്ഞ വീഡിയോയിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രൊസീജിയർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ DUവിൻ്റെ ഫേസ് 2 ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് പ്രിഫറൻസ് സെലക്ഷന്. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടാവും, ഏതൊക്കെ കോളേജുകളാണ് നമ്മുടെ കോഴ്സിന് ഏറ്റവും നല്ല കോളേജുകൾ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. BSc ഹോണേഴ്സ്, BA ഹോണേഴ്സ്, BCom ഹോണേഴ്സ് ഈ കോഴ്സുകൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ ബെസ്റ്റ് കോളേജസ് ഏതൊക്കെയാണെന്നാണ് ഞാനിതിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് BSc ഹോണേഴ്സ് നോക്കാം. BSc ഹോണേഴ്സിനെ നമ്മൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ബെസ്റ്റ് കോളേജാണ് ഹിന്ദു കോളേജ്. ഹിന്ദു കോളേജ് എന്ന് പറയുമ്പോൾ നമ്മൾ NIRF റാങ്കിങ്സ് എടുത്ത് നോക്കിയാൽ, കഴിഞ്ഞ എല്ലാ വർഷത്തെ NIRF എടുത്ത് നോക്കിയാലും, NIRF റാങ്കിങ്സ് എടുത്ത് നോക്കിയാലും ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഒരു ഒന്നോ രണ്ടോ സ്ഥാനത്തായിട്ട് ഹിന്ദു കോളേജ് ഉണ്ടാവും. അതുപോലെ മിരാണ്ട ഹൗസ്, സെൻറ്റ് സ്റ്റീഫൻസ്, ഹൻസ്രാജ്, കിരോരിമൽ, ലേഡി ശ്രീറാം ഈ കോളേജുകളൊക്കെ ഏത് കോഴ്സിനും DUവിൽ BSc ഹോണേഴ്സ് ആണെങ്കിലും BA ഹോണേഴ്സ് ആണെങ്കിലും, ഇനി BSc പ്രോഗ്രാം, BA പ്രോഗ്രാം അങ്ങനത്തെ കോഴ്സുകളാണെങ്കിലും, BCom ഹോണേഴ്സ് ആണെങ്കിലും, എല്ലാ കോഴ്സുകളാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് കോളേജുകളാണ് ഹിന്ദു, സെൻറ്റ് സ്റ്റീഫൻസ്, മിരാണ്ട ഹൗസ് വിമൻസ് കോളേജാണ്. പക്ഷേ ഇത് നമ്പർ 1 കോളേജാണ്. അതുപോലെ LSR, ലേഡി ശ്രീറാം എന്ന് പറയുന്ന LSR വിമൻസ് കോളേജ്, ഹൻസ്രാജ്, കിരോരിമൽ കോളേജ്. ഇതിൽ ഹിന്ദു, സെൻറ്റ് സ്റ്റീഫൻസ്, മിരാണ്ട ഹൗസ്, ഹൻസ്രാജ് ഇതെല്ലാം നോർത്ത് ക്യാമ്പസ് ആണ്. ഇതിൽ ലേഡി ശ്രീറാം ആണെന്നുണ്ടെങ്കിൽ സൗത്ത് ക്യാമ്പസ്, DUവിൻ്റെ സൗത്തിൽ വരുന്ന, ഡൽഹി സൗത്തിൽ വരുന്ന സൗത്ത് ക്യാമ്പസിൽ പെട്ടൊരു കോളേജാണ് LSR എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഈ ലിസ്റ്റിലുള്ള ഇത്രയും കോളേജുകളാണ് BSc ഹോണേഴ്സ് അഡ്മിഷൻ നോക്കുന്ന ഒരാൾ പ്രിഫറൻസ് ലിസ്റ്റിൽ എന്തായാലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഓപ്ഷൻസ് ആണ് ഇത്രയും കോളേജുകൾ. ഇതിൽ സാക്കിർ ഹുസൈൻ കോളേജ് ആണെങ്കിൽ ഒരു ഓഫ് ക്യാമ്പസ് വരുന്ന കോളേജാണ്. അതായത് ഡൽഹി നോർത്തും സൗത്തും അല്ലാണ്ട് ഓഫ് ക്യാമ്പസ് ആയിട്ട് വരുന്ന ഒരു കോളേജാണ് സാക്കിർ ഹുസൈൻ കോളേജ്. അപ്പോൾ ഇത്രയും കോളേജ് BSc ഹോണേഴ്സ് നോക്കുന്നവർ നിങ്ങളുടെ പ്രിഫറൻസ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇനി BA ഹോണേഴ്സിനാണെങ്കിൽ ഇത്രയും കോളേജുകളാണ് നല്ല കോളേജുകൾ വരുന്നത്. ഇതിൽ SRCC, ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്നത് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. SRCC ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും അവിടെ പ്ലേസ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിലും നല്ലൊരു കോളേജാണ് SRCC. ഡൽഹി നോർത്തിൽ വരുന്ന SRCC നല്ലൊരു കോളേജാണ്. പിന്നെ ഹിന്ദു കോളേജ്, ഹൻസ്രാജ്, LSR, സെൻറ്റ് സ്റ്റീഫൻസ്, മിരാണ്ട, കിരോരിമൽ ഇതെല്ലാം നമ്മൾ പറഞ്ഞു. രാംജാസ്, DRC ദൗലത് റാം കോളേജ് ഫോർ വിമൺ ഇത്രയും കോളേജ് ഇതൊക്കെ ദ ബെസ്റ്റ് ആണ്. ഈ എല്ലാ കോളേജുകളും ഇതിൽ ഏത് കോളേജാണെങ്കിലും ഈ BA ഹോണേഴ്സ് പ്രോഗ്രാമുകൾക്ക്, അതിന് ഹ്യൂമാനിറ്റീസ് ഫീൽഡ് ആണെങ്കിലും ആർട്സ് ഫീൽഡ് ആണെങ്കിലും കൊമേഴ്സ് ഫീൽഡ് ആണെങ്കിലും ബെസ്റ്റ് കോളേജുകളാണ് ഇത്രയും വരുന്നത്. ഇനി ഇതല്ലാണ്ടുള്ള കോളേജുകളും ഉണ്ട്, അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഏകദേശം നിങ്ങളുടെ മാർക്കിനനുസരിച്ച് പ്രിഫറൻസ് കൊടുക്കുമ്പോൾ ഈ കോളേജുകൾ എന്തായാലും ഇൻക്ലൂഡ് ആക്കാൻ നോക്കുക. ഇനി BCom ഹോണേഴ്സിൻ്റെ കാര്യമാണെങ്കിൽ ദ നമ്പർ 1 എന്താണ്? SRCC ആണ്. BComന് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ദ ബെസ്റ്റ് കോളേജ് എന്ന് ചോദിച്ചാൽ ആരും പറയും SRCC എന്ന്. ഞാൻ പറഞ്ഞു പ്ലേസ്മെൻറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാം കൊണ്ടും SRCC ബെസ്റ്റാണ്. പിന്നെ LSR നല്ലതാണ്. ഹിന്ദു, ഹൻസ്രാജ്, കിരോരിമൽ ഈ കോളേജുകൾ ഞാൻ പറഞ്ഞ LSR, ഹിന്ദു, ഹൻസ്രാജ്, കിരോരിമൽ, രാംജാസ്, ശ്രീ വെങ്കടേശ്വര, ദൗലത് റാം, ഇന്ദ്രപ്രസ്ഥ, സാക്കിർ ഹുസൈൻ ഇങ്ങനെയുള്ള കുറച്ച് കോളേജുകളുണ്ട്. ഈ കോളേജൊക്കെ എല്ലാ കോഴ്സുകളും ബെസ്റ്റാണ്. പിന്നെ നമ്മൾ കൊമേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ബെസ്റ്റായിട്ട് SRCC പറയും. സയൻസിൻ്റെ ആർട്സിൻ്റെയും കാര്യം പറയുമ്പോൾ നമ്മൾ ബെസ്റ്റായിട്ട് ഏതൊക്കെ പറയും? ഹിന്ദു, ഹൻസ്രാജ്, മിരാണ്ട, സെൻറ്റ് സ്റ്റീഫൻസ് ഒക്കെ പറയും. പിന്നെ സെൻറ്റ് സ്റ്റീഫൻസിനൊക്കെ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെൻറ്റ് സ്റ്റീഫൻസ് ഒക്കെ കുറച്ചുകൂടെ ക്രിസ്ത്യൻ മൈനോറിറ്റിക്ക് റിസർവേഷനുള്ള കോളേജാണ്. അപ്പോൾ അവിടെ നമ്മൾ ക്രിസ്ത്യൻ മൈനോറിറ്റി അല്ലാത്തവർ കുറച്ച് മാർക്ക് കുറവുള്ളവരാണെങ്കിൽ കൊടുത്തിട്ട് കാര്യമില്ല, കിട്ടൂല. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ കറക്റ്റായിട്ട് ഇവരുടെ സബ്ജക്റ്റ് കോമ്പിനേഷന്, ഇവിടെ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വേണ്ടത്, എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രിഫറൻസ് ലിസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോളേജുകളാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഇതല്ലാണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് ടോട്ടൽ 90+ കോളേജുകളുണ്ട്. അപ്പോൾ ഈ 90+ കോളേജുകളും ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ എല്ലാ കോളേജുകളും നല്ലതാണ്. അതിൽ ദ ബെസ്റ്റ് നല്ല മാർക്കുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ പ്രിഫറൻസ് ലിസ്റ്റിൽ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത നല്ല കോളേജുകളുടെ ലിസ്റ്റ് മാത്രമാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്.
പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ 2027 CUET NCET ലോങ് ടേം ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിനോ ഉള്ള ആരെങ്കിലും ഈ കോഴ്സിലോട്ട് NCET CUET പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എജുബ്ലിറ്റ്സ് സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രൊസീജിയറിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. ബാക്കിയുള്ള ഓരോ യൂണിവേഴ്സിറ്റി റിലേറ്റഡ് അപ്ഡേറ്റ്സും അറിയാൻ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക.